ഹലോ, ഇന്ന് നമ്മൾ പോണത് മോൺട്രിയലിലെ ഒരു ഫേമസ് സ്ഥലത്തേക്കാണ്. ഇത് ഫേമസ് ആവാനുള്ള കാരണം ഇത് ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല, ഇതൊരു ടൂറിസ്റ്റ് സ്പോട്ടും കൂടിയാണ്. സെയിൻറ്റ് ജോസഫ് ഒറട്രി, നോർത്ത് അമേരിക്കയിൽ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രം, കാനഡയിലെ ഏറ്റവും വലിയ പള്ളി, അത് നമ്മുടെ മോൺട്രിയലിലാണ്. മോൺട്രിയലിൽ പറഞ്ഞ എല്ലാവരും ഇവിടേക്ക് വരാറുണ്ട്. ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ പറയാനില്ല, ഓൾമോസ്റ്റ് എല്ലാവരും വരാറുണ്ട്. ഇതാണ് പള്ളിയുടെ ഉൾഭാഗം. എന്ത് വിശാലമായ ഏരിയ അല്ലേ, ഇഷ്ടം പോലെ. ഇവിടെ ഇത് മാത്രമല്ല, ഇതിന് താഴെയും ഇതിനകത്ത് തന്നെ വേറെ 3 ചാപ്പലും ഉണ്ട്. സെയിൻറ്റ് ബ്രദർ ആന്ത്രയാണ് ഇവിടെ ആദ്യമായിട്ടൊരു കപ്പേള പണിതത്. ആ കപ്പേളയാണ് പിന്നെ വലുതായി പള്ളിയായി മാറിയത്. ഇത്ര വലിയ പള്ളിക്ക് എന്തായാലും വലിയ വലിയ രീതിയിലുള്ള കുരിശിൻ്റെ വഴിക്കുന്ന രൂപങ്ങൾ വേണം. നല്ല വലിപ്പമുണ്ട്. സാധാരണ പള്ളിയിൽ കാണുന്ന മാതിരിയല്ല, ഈ പള്ളിയുടെ വലിപ്പം അസാമാന്യമായ വലിപ്പമാണ് ശരിക്കും. കണ്ട, ഓരോ കുരിശിൻ്റെ വീടും വലിപ്പം കണ്ട, ഓരോ സ്ഥലങ്ങളുടെയും വലിപ്പം കണ്ട. ഈ പള്ളി ഒരു മലമുകളിൽ പണിതേക്കുന്നത്. അതുകൊണ്ട് തന്നെ മുകളിലേക്ക് വരണമെങ്കിൽ കണ്ടമാനം സ്റ്റെപ്പ് കയറണം. പണ്ടൊക്കെ സ്റ്റെപ്പായിരുന്നു, ഇപ്പം എളുപ്പത്തിന് എസ്കലേറ്റർ ഉണ്ട് നമുക്ക്. സാധാരണ പള്ളികളും മാതിരിയല്ല, ഇവിടെ ആൾക്കാരുടെ ബാക്കിൽ നമുക്കൊരു സ്പേസ് ഉണ്ട്. അവിടെ മതിൽ വെച്ച് മറച്ചേക്കല്ല, നമുക്ക് അധികം നടന്നു പോവാം. നല്ല ഭംഗിയുണ്ട് ചെയ്ത് കാണാനായിട്ട്. അതുപോലെ ഇതൊരു ചെറിയ നിത്യാരാധന കേന്ദ്രമാണ്. ഇവിടെ ആൾക്കാർ വന്നിരുന്ന് പ്രാർത്ഥിക്കാറുണ്ട്. ഇവിടെ ഒന്നും ക്യാമറ ശരിക്കും അലൗഡ് അല്ല. ആക്ച്വലി ഫോട്ടോ ഒന്നും എടുക്കാൻ പാടില്ല ഇവിടെ ഒന്നും. നല്ല ഭംഗിയിലാണ് ഇതൊക്കെ ഉണ്ടാക്കി ചെയ്യണത്. ആദ്യമായി ഞാൻ കണ്ടപ്പോൾ ശരിക്കും എനിക്കൊരു എന്താ പറയുക, ഞാൻ അന്തം വിട്ട് നോക്കിക്കായിരുന്നു പള്ളി. ഇവിടെ ഞാൻ പലപ്പോഴും വന്നിട്ടുണ്ട്. ഇതൊരു ചാപ്പലാണ് പള്ളിക്കകത്ത്. പിന്നെ ഈ കാണുന്നത് ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റാണ് കാണുന്നത്, ആ വലിയ സംഭവം. പിന്നെ ഇത് പള്ളിയുടെ ആനവാതിലാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സിറ്റിയുടെ ഒരു വലിയൊരു ഭാഗം നമുക്ക് കാണാം. ഇപ്പോൾ മഞ്ഞുകാലം ആയതുകൊണ്ട് നമുക്ക് തുറന്നു തരില്ല. തുറന്നിട്ടും കാര്യമില്ല, ഇരിക്കാൻ പറ്റില്ല. പക്ഷെ സമ്മറിലൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സൺസെറ്റ് കാണാം. 2 കൺട്രീസിൻ്റെ ക്ലൈമാക്സിൽ ഈ ഭാഗം കാണിക്കുന്നുണ്ട്. ആക്ച്വലി നമുക്ക് ഇവിടെ നിന്ന് ഒരു ചെറിയൊരു ബൈനോക്കുലർ സിറ്റി കാണാൻ പറ്റും നമുക്ക്. ഇവിടെ നിന്നുള്ള സിറ്റി വ്യൂ ഭയങ്കര ഭംഗി കാണാൻ. ഇത് പള്ളിക്കകത്തുള്ളൊരു ക്രിപ്റ്റ് ചർച്ചാണ്. ഇവിടെ കുർബാന നടക്കാറുണ്ട്. മിക്ക ദിവസവും കുർബാന നടക്കുന്നത് ഇവിടെ ആയിരിക്കും. മുകളിൽ നേരത്തെ കണ്ട ഭാഗത്തൊക്കെ വിശേഷങ്ങളിൽ, അതായത് ക്രിസ്മസ്, ഈസ്റ്റർ, അങ്ങനത്തെ ഞായറാഴ്ചകൾ മാത്രമേ കുർബാന ഉണ്ടാവുള്ളൂ. അല്ലാത്ത ദിവസങ്ങളിൽ കുർബാന നടക്കുന്നത് ഇതിനുള്ളിലാണ്. കുമ്പസാരം നടക്കുന്നത് ഇവിടെ തന്നെയാണ് കേട്ടോ. പിന്നെ ഈ ചർച്ചിന് പുറത്ത് നമുക്ക് തിരി കത്തിക്കാൻ പറ്റും. ഇവിടെ അതിനുള്ള സൗകര്യമുണ്ട്. പൈസയൊക്കെ കൊടുത്ത് നമുക്ക് തിരി കത്തിക്കാം. ഈ കാണുന്നത് മുഴുക്കനും തിരികളാണ്, കുഞ്ഞു കുഞ്ഞു തിരികൾ ഒരു ഗ്ലാസ്സിനകത്ത് വെച്ചേക്കണത്. പിന്നെ ഇവിടുത്തെ അത്ഭുതം എന്ന് പറയുന്നത്, ഇവിടെ നടക്കാൻ പറ്റാത്ത ആൾക്കാർ വന്നിട്ട് ഇവിടെ നിന്ന് സുഖപ്പെട്ട് പോകുമ്പോൾ അവരവരുടെ ഊന്നുവടിയും ക്രച്ചസ് ഉപേക്ഷിക്കും. അതിനീ കാണുന്നത് മുഴുക്കനും. ഈ 2 സൈഡിലും കാണാം ക്രച്ചസുകൾ നിറച്ചും. കണ്ട, ആൾക്കാർ ഇവിടെ തിരികെത്തിക്കുന്നുണ്ട്. നമുക്ക് പൈസ അങ്ങനെ കൊടുത്ത് $2 $3 കൊടുത്തിട്ട് നമുക്ക് തിരികെ കത്തിക്കാം. നമുക്കിവിടെ ലൈറ്റൊക്കെ ഇല്ലാണ്ട് ഇവിടെ തിരി മാത്രം കത്തി നിൽക്കുമ്പോൾ നല്ല ഭംഗി കാണാനായിട്ട് ഇവിടെ. കണ്ട, ഇവിടെ ഒരു പെൺകുട്ടി തിരി കത്തിക്കാൻ പോകണ്ട. അവൾ താഴെ പൈസ കൊടുത്തിട്ടാണ് തിരി കത്തിക്കാൻ പോണത്. നമ്മൾ വ്യക്തമായിട്ട് കാണാൻ പറ്റും. കണ്ട, നമുക്ക് ഇഷ്ടമുള്ള തിരി ചൂസ് ചെയ്യാം. അങ്ങനെ ഇന്നത് കത്തിക്കാൻ പാടുള്ളൊന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള ചൂസ് ചെയ്യാം. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, ബ്രദർ ആന്ത്രയുടെ ഹൃദയം ഇവിടെ കുറേ കാലം സൂക്ഷിച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് ഇവിടുന്ന് മോഷണം പോയി. ഓൾമോസ്റ്റ് 1.5 കൊല്ലത്തോളം അത് മോഷണം പോയിട്ട് ഇവിടെ ഒരു ആളൊഴിഞ്ഞ അപ്പാർട്ട്മെൻറ്റിൽ ഉപേക്ഷിച്ചതിനെ കണ്ടു കിട്ടിയായിരുന്നു. അതിനുശേഷം ആ ഹൃദയം ഒരു സേഫായിട്ട് ഒരു വോൾട്ടിൽ സൂക്ഷിച്ചേക്കാം. ഇപ്പോൾ
ഇതാണ് പുറത്തേക്ക് പോണ വഴി. ഇവിടെ തന്നെയാണ് നമുക്ക് കുമ്പസാരിക്കാൻ പോകാനും ഈ വഴി പോയാൽ നമുക്ക് പോകാൻ പറ്റും. ഇവിടെ ആൾക്കാർ അപേക്ഷകളൊക്കെ എഴുതിയിടുന്നുണ്ട്. ഇവിടെ അത് ഈ ക്രിപ്റ്റ് ചർച്ചിന് പുറത്താണ്. പിന്നെ ഇതൊരു മാതാവിൻ്റെ രൂപമുണ്ട് അവിടെ. പിന്നെ ഇത് ആദ്യമായിട്ട് പണിത കുരിശടി, പിന്നെ അത് ഡെവലപ്പായി ഇതാ ഈ പള്ളിയായിട്ട് നിൽക്കണണ്ട. ഇത് പള്ളിയുടെ ചെറിയൊരു ഗിഫ്റ്റ് ഷോപ്പാണ്. നമുക്കിതിനുള്ളിൽ കൊന്ത, കാശിരൂപം, പിന്നെ തിരുഹൃദയത്തിൻ്റെ രൂപങ്ങൾ, മാതാവിൻ്റെ രൂപങ്ങളൊക്കെ കിട്ടും. റൂബിക്സ് ക്യൂബൊക്കെ ഉണ്ട് ഇതിനുള്ളിൽ. ഇവിടെയാണ് ബ്രദർ ആന്ധ്രനെ അടക്കം ചെയ്തേക്കുന്നത്. ഇവിടെ വന്നും ആൾക്കാർ അപേക്ഷകളൊക്കെ എഴുതിയിടും. ഒരു പുസ്തകം വെച്ചിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിൽ. അവിടെ നമുക്ക് എഴുതിയിടാം നമ്മുടെ ആവശ്യങ്ങൾ, നമുക്കുള്ള നന്ദി ഒക്കെ എഴുതിയിടാം. പല പല ഭാഷകളിലും അതിനുള്ള എഴുത്തുകളുണ്ട്. മലയാളത്തിലുണ്ട്, തമിഴിലുണ്ട്, ഹിന്ദിയിലുണ്ട്. പിന്നെ ഞങ്ങൾ ആ ആ ഗിഫ്റ്റ് ഷോപ്പിൽ നിന്ന് ഈ തിരുഹൃദയത്തിൻ്റെ രൂപം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതൊക്കെ കണ്ട് ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.